നമസ്കാരം. നമുക്ക് കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മറന്നു പോവാത്ത രീതിയിൽ, അതായത് എക്സാമിന് പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്ന രീതിയിൽ ഞാൻ കുറച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാവേ. അതിൻ്റെ ക്ലൂ അടക്കം പറഞ്ഞുതരാം. അതായത് 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവാര്? നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഞാൻ ഈ എക്സാമിൻ്റെ ആ ചോദ്യപേപ്പർ അതേപോലെ തന്നെ ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് സെലക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനകത്ത് നമുക്ക് ഇതിനകത്ത് ആ ഭൂതരായർ എന്ന് പറയുന്നതിൽ ആ വാക്കൊന്ന് നമുക്കൊന്ന് എടുക്കാം. ഭൂതരായർ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ അപ്പന്മാരുണ്ടല്ലോ, അച്ഛന്മാർ, അവർ നമുക്ക് ചോറൊക്കെ വരുമ്പോൾ ഭൂതം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഫുഡൊക്കെ വാരിത്തരുന്നത്. അപ്പോൾ അത് നമുക്കൊരു ക്ലൂ ആയിട്ട് എടുക്കാം. ഭൂതരായർ, അപ്പൻ, അപ്പൻ തമ്പുരാൻ, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. എങ്ങനെ കിട്ടിയോ? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. അടുത്തത് നമുക്ക് വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ കഥകളിയൊക്കെ നമ്മൾ പണ്ട് ദൂരദർശനത്തൊക്കെ കാണുമ്പോൾ ഫ്രണ്ടിലൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടേ വെട്ടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടല്ലേ ഈ കഥകളിയൊക്കെ കളിക്കാറ്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. വെട്ടത്ത് നിന്നല്ലേ കഥകളി കളിക്കുന്നത്. എന്നിട്ടല്ലേ ആ കഥകളിയുടെ ദേഹത്തുള്ള ആ കളറും മിനുക്കും എല്ലാം ഒന്ന് നമുക്ക് തെളിഞ്ഞ് നമുക്കൊന്ന് കാണാൻ പറ്റാറുള്ളൂ. നമുക്ക് അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് പഠിക്കാം. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമേത്? സ്ത്രീകളെയും മുനിമാരെയും, മിനുക്ക്. മനസ്സിലായില്ലേ? ആ മുനി എന്നുള്ളതിൻ്റെ എടുത്ത് നേരെ നമുക്ക് എടുത്താൽ മതി, മിനുക്ക്. അല്ലെങ്കിൽ മറ്റൊരു ഇത് മതി. ഈ സ്ത്രീകളൊക്കെ നമ്മുടെ ഈ ഡാൻസൊക്കെ, സ്റ്റേജ് ഷോയിലൊക്കെ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ മുഖത്ത് ഈ മിനുക്കവും മേക്കപ്പൊക്കെ ഇട്ടിട്ടല്ലേ അവർ ഡാൻസ് ചെയ്യാറ്. അപ്പോൾ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷവേദ മിനുക്ക്, കത്തി, കരി, താടി, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ കരികളെ ബോധിപ്പിക്കുന്ന അസുരന്മാർ, അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അടുത്തത്, മഹാകവി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? മഹാകവി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? നമുക്കതിനകത്ത് മേഘരൂപൻ എന്നൊരു ഇതുണ്ട്. അതിനകത്ത് രു എന്ന വാക്ക് മാത്രം നമുക്കൊന്നുകൂടി സ്ട്രെസ് ചെയ്തിടാം. മേഘരൂപൻ്റെ രു എന്ന വാക്ക് മാത്രം. ആറ്റൂർ രവിവർമ്മ. മേഘരൂപൻ, ആറ്റൂർ രവിവർമ്മ. അതൊക്കെ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. എന്തുവായാലും PSC ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവും. ഒറ്റ വട്ടത്തിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ആ ഒരു ക്ലൂ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മേഘരൂപൻ, ആറ്റൂർ രവിവർമ്മ. മേഘരൂപൻ, ആറ്റൂർ രവിവർമ്മ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇൻസ്ട്രുമെൻ്റ് ഏതാ? അതായത് പ്രധാന വാദ്യോപകരണം ഏതാണ്? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മിഴാവ് തന്നെയാണ് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണം, ഇൻസ്ട്രുമെൻറ്റ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാ? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം നമുക്ക് അറിയാമല്ലോ. ഒരു ക്ലൂ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയല്ല, എന്നാലൊരു നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ രാഷ്ട്രീയ നാടകം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ പൊതുവെ എങ്ങനെയാണ് ഈ അടി പിടിയൊക്കെ ആക്കി പാട്ടൊക്കെ ഇട്ടുകുട്ടി അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മളിങ്ങ് എടുത്താൽ മതി. ലാസ്റ്റ് ഒരു പാട്ട മാത്രം ബാക്കി, പാട്ട ബാക്കി. അതായത് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാ? പാട്ട ബാക്കി. അത് എഴുതിയ റൈറ്റർ ആരാ? K. ദാമോദരൻ. ശരിക്കും രാഷ്ട്രീയക്കാർ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു ക്ലൂ ആയിട്ട് PSCയിൽ നമ്മുടെ ചെറിയൊരു ക്ലൂ ആയിട്ട് എടുത്താൽ മതി. പാട്ട ബാക്കി, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം, പാട്ട ബാക്കി. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറ്റൊരു ക്ലൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളെ കൊണ്ട് അത് പറ്റുമെന്ന്. അടുത്തത്, ദ ഗുഡ് എർത്ത് എന്ന കവിത അല്ലെങ്കിൽ കൃതി എഴുതിയതാര്? ദ ഗുഡ് എർത്ത് എഴുതിയതാര്? പേൾ എസ് ബർഗ്. ഞാനിതൊരു ക്ലൂ ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ ദ ഗുഡ് എർത്ത്, ഞങ്ങളുടെ ഇവിടെ ഒരു നല്ല ഭൂമി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ടേ. അവിടെ നല്ല ബർഗർ കിട്ടും.
ബർഗ് പേൾ എസ് ബർഗ്. അതായത് ദ ഗുഡ് എർത്ത് എഴുതിയതാര? പേൾ എസ് ബർഗാണ്. മൊണാലിസ എന്ന ഫേമസ് ആയ ചിത്രം വരച്ചതാര്? നമുക്കതറിയാം. മൊണാലിസ എന്ന ചിത്രം വരച്ചത് ലിയാനോ ഡാവിഞ്ചിയാണ്. ലിയാനോ ഡാവിഞ്ചി. മൊണാലിസ എന്ന ഫേമസ് ആയ ചിത്രം വരച്ചതാര? ലിയാനോ ഡാവിഞ്ചി. മൊണാലിസ മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള 2 ചിത്രമുണ്ട്. അതിലൊന്നാണ് ലാസ്റ്റ് സപ്പർ. നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ആക്കുന്നത് എപ്പോഴേലും നമുക്ക് ഈ 2 ചോദ്യം തീർച്ചയായിട്ടും PSCയിൽ ചോദിക്കുന്നതാണ്. അതായത് മൊണാലിസ എന്ന ചിത്രം വരച്ചതും ലിയാനോ ഡാവിഞ്ചിയാണ്. ലാസ്റ്റ് സപ്പർ വരച്ചതും ലിയാനോ ഡാവിഞ്ചിയാണ്. ആ ലാസ്റ്റ് സപ്പറിന് ഒരു ക്ലൂ ഞാൻ തരാം. ലാസ്റ്റ് സപ്പർ അത്താഴം കഴിക്കുമ്പോൾ എന്തുവാ? അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ദഹനത്തിന് വേണ്ടി ഇഞ്ചി കഴിച്ചു. ലിയാനോ ഡാവിഞ്ചി. അത്താഴത്തിന് ശേഷം അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കൂടെ ഒരു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. ലിയാനോ ഡാവിഞ്ചി. അപ്പോൾ ഏതൊക്കെയാണ്? മൊണാലിസ, ലിയാനോ, മൊണാലിസ, ലാസ്റ്റ് സപ്പർ. ഇത് രണ്ടും വരച്ചത് ലിയാനോ ഡാവിഞ്ചി. അദ്ദേഹം ജനിച്ചത് 1452 ഏപ്രിൽ 15-നാണ്. 1452 ഏപ്രിൽ 15. അതിന് മറ്റൊരു അർത്ഥത്തോടെ ഉണ്ട്. ആ ഏപ്രിൽ 15 എന്താ? വേൾഡ് ആർട്സ് ഡേ ആണ്. ആ ലിയാനോ ഡാവിഞ്ചിയുടെ ജന്മദിനമാണ് വേൾഡ് ആർട്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. മറക്കണ്ട. 3 ഈസി ആയിട്ടുള്ള നല്ല കണക്റ്റായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പഠിച്ചത്. മൊണാലിസയും ലാസ്റ്റ് സപ്പറും. ആരാണ്? ലിയാനോ ഡാവിഞ്ചിയുടെ ബർത്ത്ഡേ എന്നാണ്? 1452 ഏപ്രിൽ 15-നാണ്. ആ ഏപ്രിൽ 15 നമ്മൾ വേൾഡ് ആർട്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഇപ്പോൾ ഏതാ? ഗജേന്ദ്രമോക്ഷം. ആനകളല്ലേ വലിയത്. ഗജേന്ദ്രമോക്ഷം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരം. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഓർഡർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ ചിത്രങ്ങളെ അറിയപ്പെടുന്നതല്ലേ മ്യൂറൽ ചിത്രം, അതേപോലെ ഓരോ ആർട്സുകളും. ഇതെല്ലാം ഞാനൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഓഡിയോസ് എല്ലാം ഒന്ന് കറക്റ്റ് ജോലിയുടെ ഇടയിലായാലും എല്ലാം ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ ഈ ഓഡിയോ ആയിട്ടൊന്ന് കേട്ടാൽ മതി. എങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക്സ്.